കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയാലോ? ഒബ്വിയസ്ലി കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ഏറ്റവും ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നവധാന്യം കൊണ്ടുള്ള കുറുക്ക് തന്നെയാണ്. 6 മാസം വരെയാണ് സാധാരണ നമ്മൾ ലിക്വിഡ് ഫുഡ്സ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സോളിഡ് ഫുഡ്സ് കൊടുക്കും. പിന്നെ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങളെ അവർക്ക് കൊടുക്കാറുള്ളൂ. അല്ലാണ്ട് വേറെ ഈ കുറുക്ക് നമ്മൾ പൊതുവേ 6 മാസത്തിൽ കൊടുക്കും. ചിലർ അത് പിന്നെ കുറച്ചുകൂടെ കൊടുത്തിട്ട് പിന്നെ അങ്ങ് നിർത്താറുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഏത് പ്രായമായാലും അവർക്ക് കുറുക്ക്, ഏത് കുറുക്കായാലും നവധാന്യമാണെങ്കിൽ നല്ല അവർക്ക് നല്ല ഒരുപാട് പോഷകങ്ങൾ അതിൽ നിന്ന് കിട്ടും. നവധാന്യം അവർക്ക് കൊടുക്കാമെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളല്ലേ പൊതുവേ അവർ ആഹാരം കഴിക്കത്തില്ല. ചീരയാവട്ടെ വെജിറ്റബിൾ ആവട്ടെ അവർക്കൊന്നും ഇഷ്ടമല്ല. അവരതെല്ലാം എടുത്ത് എറിഞ്ഞിട്ട് ഓടുകയാണ് പതിവ്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവർക്ക് ന്യൂട്രീഷൻസിലുള്ള ഡെഫിഷ്യൻസീസ് ഉണ്ടാകും. അപ്പോൾ ഈ ഡയറ്റ് ചാർട്ടിൽ അവർക്ക് ഈ നവധാന്യത്തിൻ്റെ പൊടിയുടെ കുറുക്കൊക്കെ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കത് കുറേ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. കണ്ണനാണെങ്കിൽ സംബന്ധിച്ചിടത്തോളം അവൻ നോൺ വെജ് കൂട്ടുന്നില്ല. അപ്പം അങ്ങനെ വെജിറ്റബിൾ ആയാലും ഈ ചീരയൊക്കെ ആയാലും കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അവൻ്റെ ഡയറ്റിൽ ഞാൻ എന്നും രാവിലെ കൊടുക്കുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഈ ഹെൽത്ത് മിക്സിൻ്റെ ഉള്ള കുറുക്കെന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ന്യൂട്രീഷൻസ് ഇതിൽ നിന്ന് കിട്ടും. അത് 2 രീതിയിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന്, നവധാന്യങ്ങളായിട്ട് തന്നെ ഇത് ഇരിക്കും. നമുക്കത് പൊടിച്ച് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കുറുക്കി കൊടുക്കാം. പൊടിഞ്ഞ് കിട്ടുന്നതുമുണ്ട്, പൊടിച്ച് വെച്ചേക്കുന്നതുമുണ്ട്. അത് നമുക്ക് കുറുക്കി അവർക്ക് കൊടുക്കാം. പക്ഷേ വേറെ കുറേ ബ്രാൻഡ് കമ്പനീസിൻ്റെയൊക്കെ ഓരോ സിറിയൽ പൗഡേഴ്സ് ഉണ്ട്. അത് എനിക്ക് അതിന് കുറേ സൈഡ് എഫക്ട്സുകളും അപ്പുറത്ത് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ നവധാന്യത്തിൻ്റെ പൊടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് പോഷക ഗുണങ്ങൾ അതിൽ നിന്ന് കിട്ടും. അപ്പം ഏത് പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും ഇത് ദിവസത്തിൽ ഒരു വട്ടം കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഗുണങ്ങൾ ഇതിൽ നിന്ന് കിട്ടുകയും ഈ ചീര പോലെ വെജിറ്റബിൾ പോലുള്ള ഒന്നും കഴിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇത് കഴിച്ചാൽ മതി. പിന്നെ കുറുക്ക് കുടിക്കാത്ത കുട്ടികളുണ്ട്. അത് ഈ 6 മാസം കഴിയുമ്പോൾ നമ്മൾ ഈ കുറുക്ക് സ്റ്റോപ്പ് ചെയ്യുന്നതിൽ നിന്നുണ്ടാകുന്ന ഒരു സൈഡ് എഫക്റ്റാണ് പിന്നെ നമ്മൾ കൊടുത്താലും കുഞ്ഞുങ്ങൾ കുറുക്ക് കുടിക്കാതെ ആവുന്നത്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി ഡയറ്റ് ആയിരിക്കും.